ആസാം സ്വദേശികളുടെ മകള് തസ്മിത തംസ് എന്ന പെൺകുട്ടിയെ ഇന്നലെ മുതൽ കാണാതെ പോയി. 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി സുന്ദരിയായ കൊച്ചാണ്. അത് അപ്പനുമായി ഇളയ സഹോദരങ്ങളുമായി കഴക്കൂട്ടത്ത് താമസമാണ് കഴിഞ്ഞ 1 വർഷമായിട്ട്. വീട്ടിലെ അപ്പനും അമ്മയും ജോലിക്ക് പോയപ്പോൾ ഈ മൂത്ത കുട്ടിയും ഇളയ കുട്ടികളുമായിട്ട് വഴക്കുണ്ടായി. ആ വഴക്കിന്റെ പാരമ്യത്തില് കുട്ടികൾ അമ്മയെ വിളിച്ചു ഫോണില്. അമ്മ ഓടി വന്നു, പണിസ്ഥലത്തുനിന്ന് വന്നു. അതിലൊരു കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയി, ബാക്കി 2 കുട്ടികളെ വീട്ടിലാക്കി. അവരുടെ കയ്യിൽ കൊടുത്തിരുന്ന മൊബൈൽ ഫോണുമായിട്ട് അമ്മ പോയി. കുട്ടികൾ തമ്മിലുള്ള വഴക്ക് മൂത്തു. മൂത്ത കുട്ടി ബാഗുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. 13 വയസ്സുള്ള തസ്മിത തംസ് എന്ന ആ സുന്ദരിയായ കൊച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി. അവിടുന്ന് ബസ് കയറി തമ്പാനൂർ വന്ന്, തമ്പാനൂരിൽ നിന്ന് ആ കുട്ടി ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ്സിൽ കയറി നാഗർകോവിൽ ഭാഗത്തേക്ക് പോയി. മിസ്സായി, കാണാനില്ല. കുട്ടിയുടെ വീട്ടുകാര് കുട്ടിയെ കാണാനില്ല എന്ന് പണി കഴിഞ്ഞ് വന്നപ്പോൾ മനസ്സിലായപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അവര് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, കേസെടുത്തു. കുട്ടി എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. റോഡിൽ കൂടെ ബാഗ് തൂക്കി പോകുന്നത് കണ്ടു, അതിന്റെ ദൃശ്യങ്ങൾ കിട്ടി. തമ്പാനൂരിലേക്ക് ബസ് കയറിയെന്ന് മനസ്സിലായി. പക്ഷെ ട്രെയിനിൽ പോയി എന്ന് ഇന്നലെ മനസ്സിലായില്ല. ഏതായാലും 29-30 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്ന കുട്ടിയെ പറ്റി വിവരമില്ല. ഇന്നലെ രാത്രിയില് ഉച്ച കഴിഞ്ഞ് ആ ട്രെയിനിൽ യാത്ര ചെയ്ത ബബിത എന്ന പാറശാലക്കാരെ പെൺകുട്ടി ട്രെയിനിൽ ഒരു കുട്ടി ഇരിക്കുന്ന കണ്ടു. വളരെ ദേഷ്യത്തോടെ കരഞ്ഞുകൊണ്ട് ഇരിപ്പുണ്ട്. തൊട്ടടുത്ത ഒരു ബാഗ്, ഒരു നീല കളറുള്ള ബാഗും വെച്ചിട്ടുണ്ട്. ആരെയും നോക്കാതെ ഇടയ്ക്ക് കരയുകയും ദേഷ്യഭാവത്തോടെയാണ് ഇരിക്കുന്നത്. ഇത് കണ്ടപ്പം ബബിത എന്ന കുട്ടിക്ക് ഇതിനോട് സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ മലയാളമോ ഇംഗ്ലീഷോ തമിഴോ ഒന്നും അറിയില്ല എന്ന് തോന്നി. അത് മറ്റ് സ്റ്റേറ്റിലെ ഏതോ കുട്ടിയാണ്, അതുകൊണ്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. കുട്ടിയുടെ കരച്ചിൽ കണ്ടപ്പം ബബിത ഒരു ഫോട്ടോ എടുത്തു. അതിനുശേഷം ആ പാറശാലയിലെ ബബിത ഇറങ്ങി. പക്ഷെ പെൺകുട്ടി ഇറങ്ങിയില്ല, വണ്ടിയെ തന്നെ ഇരുന്നു. രാത്രി ആ കുട്ടി 4 മണിക്ക് പോലീസിനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനൊരു ആ വാർത്ത പ്രചരിച്ചതോടുകൂടി ബബിത എന്ന ആ വിദ്യാർത്ഥി പോലീസിനെ വിളിച്ചറിയിച്ചു തങ്ങള് ഇങ്ങനൊരു കുട്ടിയെ കണ്ടു എന്നും അതിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്നും. അങ്ങനെയാണ് പോലീസിന് ആ ഫോട്ടോ ബബിത കൊടുത്ത നസ്മിത തംസിന്റെ ഫോട്ടോ ലഭിക്കുന്നത്. അതിൽ നിന്ന് കുട്ടിയെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ട്രെയിനിലെ ദേഷ്യത്തോടെ ഇരിക്കുന്ന കാണാം. ഒരു ഫ്രോക്കും അതിനൊരു ടോപ്പ് ഇട്ടിട്ടുണ്ട്, നീല ബാഗ് എടുത്തിരിപ്പുണ്ട്. പെൺകുട്ടിയുടെ കയ്യിൽ ഒരു 40 രൂപയോളം കാണും എന്നാണ് അമ്മ പറയുന്നത്. എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ല. പെൺകുട്ടിയുടെ ചേട്ടൻ ഒരാൾ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവിടെ ചെന്നിട്ടില്ല. ചെന്നൈക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. എന്തായാലും ആ ട്രെയിൻ നാഗർകോവിൽ വരെയുള്ളൂ. പോലീസ് ഈ രാത്രി 3:30 പോലീസിന് ലഭിച്ച ഈ മെസ്സേജ് ബബിതയിൽ നിന്ന് ലഭിച്ചു. ഇങ്ങനൊരു കുട്ടിയെ കണ്ടു, ആ കുട്ടി തന്നെയാണ് മിസ്സായെന്ന് പോലീസ് കണ്ടെത്തി. അതിന്റെ വീട്ടുകാരെ കാണിച്ചപ്പോൾ ഇത് തന്നെ ഞങ്ങളുടെ കുട്ടി. അപ്പം ബബിത അവളുടെ ഒപ്പം യാത്ര ചെയ്തിരുന്ന നവ്യ എന്നൊരു കുട്ടിയെ വിളിച്ചു. ആ കുട്ടിയും പറഞ്ഞ് അവിടെ ഇറങ്ങിയില്ല, അത് ആ ട്രെയിനിൽ തന്നെ പോയി. ട്രെയിന് പാറശാലയില് കഴിഞ്ഞാൽ പിന്നെ കുഴിത്തറ, അതുപോലെ തന്നെ എരണിയല്, നാഗർകോവില്, കന്യാകുമാരി. ഇവിടെ എവിടെയെങ്കിലും കുട്ടി ഇറങ്ങിയേ പറ്റുള്ളൂ. കന്യാകുമാരി ഇറങ്ങിയിട്ടില്ല എന്ന് കേരള പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കാരണം അവിടുത്തെ CCTV, കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളും പരിസരത്തൊക്കെ ഉള്ള പോലീസ് നോക്കി. അവിടെ ഒരു ഓട്ടോക്കാരനെ കുട്ടിയെ കണ്ടു, വെളുപ്പിനെ 5:30 കണ്ടു എന്നൊരു വാർത്ത വന്നിട്ടുണ്ടെങ്കിലും അത് അത്ര കൃത്യതയില്ല. പക്ഷെ പാറശാലയ്ക്കും കന്യാകുമാരിക്ക് ഇടയ്ക്ക് കുട്ടി മിസ്സായി. മിക്കവാറും നാഗർകോവിലിൽ ഇറങ്ങാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. കരയുന്ന കുട്ടിയായിരുന്നുകൊണ്ടാണ് ആ ഫോട്ടോ എടുത്തത്. അത് അന്യ സംസ്ഥാനത്തെ കുട്ടിയാണെന്നും തോന്നിയിരുന്നു. ഭാഷ നല്ല, അല്ലെങ്കിൽ സംസാരിച്ചേനെ എന്നും
ബബിത പറയുന്നുണ്ട്. ബബിത ഇറങ്ങിയപ്പം നവ്യ അവിടുന്ന് യാത്ര തുടർന്നു. അത് പാറശാലയിൽ ഇറങ്ങി. അതുവരെ കുട്ടി ഇറങ്ങിയിട്ടില്ല. അപ്പം പാറശാലയ്ക്കും കന്യാകുമാരിക്ക് ഇടയ്ക്ക് കുട്ടി ഇറങ്ങിയിട്ടുണ്ടാവണം. ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്ഥലം നാഗർകോവിലാണ്, റെയിൽവേ സ്റ്റേഷനിൽ. അവിടെ നാഗർകോവിലിൽ നിന്ന് എങ്ങോട്ട് പോകാനുള്ള സാധ്യത എന്ന് മനസ്സിലാകുന്നത്, ബസ്സിൽ കയറി പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്. എന്തായാലും ഒരു അപകടം മണക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം പെൺകുട്ടിയാണ്, ഒറ്റയ്ക്കാണ്, അത് ദേഷ്യത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പം ദുഃഖം ഉണ്ടായിരിക്കാം. ഏതായാലും പിതാവിന്റെ നമ്പർ മാത്രം കുട്ടിക്ക് അറിയാം, എവിടുന്നെങ്കിലും വിളിക്കുന്നെങ്കിൽ. എങ്കിലും ഇതുവരെ വിളി വന്നില്ല. ആസാംകാരായ മാതാപിതാക്കൾ അൻവർ എന്ന പിതാവും ഭാര്യയും മറ്റു കുട്ടികളും അവരുടെ മൊബൈലിലെ ഫോൺ പ്രതീക്ഷിച്ച് ഇപ്പോഴും വീട്ടിൽ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് പോലീസ്, തമിഴ്നാട് പോലീസും അതുപോലെ തന്നെ റെയിൽവേ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. കുട്ടി നാഗർകോവിലിൽ ഇറങ്ങാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. അതിലേക്ക് പാറശാലയ്ക്ക് അപ്പുറത്ത് തീർച്ചയായിട്ടും ട്രെയിനെ വെച്ച് ആരെങ്കിലും കണ്ടു കുട്ടിയെ പതുക്കെ സോപ്പിട്ട് എവിടെയെങ്കിലും വിളിച്ചോണ്ട് പോയോ എന്ന് സംശയമുണ്ട്. അങ്ങനെ പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും അപകടം മണക്കുന്നു ഞാൻ. അതുകൊണ്ട് പോലീസ് വളരെ കാര്യമായിട്ട് തമിഴ്നാട് പോലീസും കൂടെ ചേർന്ന്, റെയിൽവേ പോലീസും ചേർന്ന് ആ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തുള്ള കടകളിലെ CCTV ദൃശ്യങ്ങൾ നോക്കണം. ഏതെങ്കിലും ലോഡ്ജിൽ കൊണ്ടുപോയി വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. ധാരാളം ക്രിമിനൽസ് ഈ ഏരിയയിൽ, കളിയിക്കുള്ള നാഗർകോവില്, കന്യാകുമാരി, കുഴിത്തറ, ധാരാളം ക്രിമിനൽസ് ഉള്ള സ്ഥലങ്ങളാണ്. അവിടെയുള്ള ആരെങ്കിലും കുട്ടിയെ സൂത്രത്തെയും മയക്കിക്കൊണ്ട് പോയോ എന്ന് സംശയിക്കുന്നുണ്ട് ഞാൻ. ഏതായാലും എത്രയും പെട്ടെന്ന് കുട്ടിയെ നമുക്ക് കണ്ടെത്തണം. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒരു കുഞ്ഞു കൊച്ചിനെ നമുക്കറിയാം, നേരത്തെ പേട്ടയിൽ നിന്ന് കൊണ്ടുപോയി. അന്ന് രാവും പകലും പോലീസും നാട്ടുകാരും രാഷ്ട്രീയക്കാരും എല്ലാവരും ഉറക്കളച്ചിരുന്ന് അതേപ്പറ്റി അന്വേഷിച്ചു. നമുക്ക് ആ കുട്ടിയെ കിട്ടി. അതുപോലെ കൊല്ലത്തുനിന്ന് നമുക്ക് ഇതുപോലൊരു കുട്ടിയെ നഷ്ടപ്പെട്ട് നമുക്ക് 3-ാം ദിവസം 4-ാം ദിവസം പൊതുജനങ്ങളുടെയും സോഷ്യൽ മീഡിയക്കാരുടെയും അതുപോലെ TV-ക്കാരുടെയും മാധ്യമങ്ങളുടെയും എല്ലാം ശ്രമഫലമായി ഒത്തൊരുമിച്ചുള്ള നീക്കത്തിന് ആ കൊച്ചിനെ നമുക്ക് കിട്ടി. അതുപോലെ പേട്ട റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തിൽ കുഞ്ഞു കൊച്ചിനെ കാണാതെ പോയി, അതിനെ നമുക്ക് കിട്ടി. 2-ാം ദിവസം ഒരു കുഴി കിടന്ന് കിട്ടി. ഇവിടെ സംഭവിച്ചിരിക്കുന്ന 11 വയസ്സിൽ കാണാൻ കൊള്ളാവുന്ന ഒരു കുട്ടിയാണ്. ഏതായാലും അപകടത്തിൽ തന്നെ ആയിരിക്കണം കുട്ടിയുടെ സഞ്ചാരം എന്ന് കരുതുന്നു. കാരണം ധാരാളം ക്രിമിനൽസ് ഉള്ള സ്ഥലങ്ങളും ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാരും ആണ് ആ പ്രദേശങ്ങളിൽ. എനിക്ക് നല്ല സുപരിചിതമായ സ്ഥലങ്ങളാണ്. ഏതായാലും കുട്ടിയെ ജീവനോടെ നമുക്ക് ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.